എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, കാരണം എനിക്ക് തുടക്കം മുതലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ വന്നെടുത്തത്. കാരണം പണി അങ്ങനത്തെ പണിയായിരുന്നു. അത് കാരണം ഇന്നലെ ഒരു ഉച്ച തൊട്ട് രാത്രി വരെയും പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയും ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ അത്ര സമയം വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് അല്ല, മാത്രമല്ല ക്വാളിറ്റിയിലും അത്ര ഉറപ്പെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്തത് ഇതാണ്. ഇത് ബുള്ളറ്റിൻ്റെ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ടൈമിംഗ് കവറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ഈ ഭാഗത്ത് ഇതിപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഈ ഭാഗത്ത് ഒട്ടും തന്നെ പിരിയില്ലായിരുന്നു. അതായത് ഇതാണ് ഇതിൻ്റെ ഓയിൽ ഫീഡിങ് പ്ലഗ് എന്ന് പറയും. ക്രാങ്കിനകത്തേക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്ന ഈ പ്ലഗ്ഗാണ്. ഇതുണ്ടോ, ഇതിനകത്തൊരു ഹോളുണ്ട്, അകത്തായിട്ടൊരു ഹോളുണ്ട്. ആ ഹോള് തന്നെ ഇതിനകത്തും ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെയാണ് ഓയിൽ ഫിൽറ്ററിൽ നിന്ന് ഓയിൽ സപ്ലൈ ചെയ്ത് ഇതിൽ കൂടെയാണ് ക്രാങ്കിനകത്തേക്ക് പോകുന്നത്. ഈ പ്ലഗിൽ കൂടെയാണ് ക്രാങ്കിനകത്തേക്ക് പോകുന്നത്. നമ്മളപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ബുള്ളറ്റിൻ്റെ ഹെഡ് വെച്ച് മുറുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ത്രെഡ് സ്ലിപ്പായപ്പോൾ ഒരു വീഡിയോ. ആ ബുള്ളറ്റിൻ്റെ തന്നെയാണ്, ആ എഞ്ചിൻ്റെ തന്നെയാണിത്. ഇതിനകത്തും ഒട്ടും തന്നെ ത്രെഡില്ലായിരുന്നു. അതായത് ഓയിൽ ഫീഡിങ് പ്ലഗ് ഇതിനകത്ത് ഫുൾ ഫ്രീ ആയിരുന്നു. ഒട്ടും ത്രെഡില്ലാത്ത കാരണം നമുക്ക് വെച്ച് മുറുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാപ്പ് ഉണ്ടാക്കാൻ കാരണം ഇതിൻ്റെ സൈസിനുള്ള ടാപ്പ് നമുക്ക് കിട്ടാനില്ലായിരുന്നു. നമ്മുടെ അടുത്തും ഇല്ലായിരുന്നു, അന്വേഷിച്ചിട്ടുള്ളടത്ത് കിട്ടാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടാപ്പ് ഉണ്ടാക്കി ഈ സ്ലീവിനകത്തെല്ലാം, സ്ലീവിൻ്റെ പുറത്ത് ഈ കവറിനകത്ത് ആദ്യം ഒരു പിരിവെട്ടി. ആ പിരിവെട്ടി അത് ഇച്ചിരി ലെയ്ത്തിലാണ് ടാപ്പൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷം ടെമ്പർ ചെയ്ത് ആ ടാപ്പ് വെച്ചാണ് നമ്മൾ ഈ പിരിയൊക്കെ വെട്ടിയേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ബുഷിനകത്ത് ഇതുപോലെ തന്നെ അകത്തും പുറത്തുമായിട്ട് നമ്മൾ പിരിവെട്ടി. ബുഷിനകത്ത് ഇതുപോലെ തന്നെ നമ്മുടെ പ്ലഗിൻ്റെ പിരിക്കനുസരിച്ചുള്ള പിരി അകത്തും വെട്ടി, പുറത്ത് ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കിയ ടാപ്പിന് അനുസരിച്ചുള്ള ത്രെഡ് വെച്ചാണ് പുറത്തുള്ള പിരിയും ഈ ബുഷിൻ്റെ പുറത്തുള്ള പിരിയും വെട്ടിയേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബുഷിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒരു സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്, അതായത് സ്റ്റോപ്പർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ബുഷ് ഒരിക്കലും ഊരി പോരരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഹോളൊക്കെ കാണാം. ആ ഹോളിൽ കൂടെയാണ് ഓയിൽ സപ്ലൈ ആവുന്നത്. അപ്പോൾ ആ ഹോള് കറക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കിനകത്തേക്കുള്ള ഓയിൽ സപ്ലൈ നിന്ന് പോകും. അപ്പം ക്രാങ്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അങ്ങനെയൊരു റിസ്ക് ഇതിനകത്തുണ്ടായിരുന്നു. നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. മാത്രമല്ല ഈ വണ്ടി നമുക്ക് ഉടനെ തന്നെ തീർത്ത് കൊടുക്കേണ്ട ഒരു വണ്ടി ആയതുകൊണ്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. ടൈമിംഗ് കവർ കിട്ടുമെന്ന് ഒരിടത്തും ഇല്ല, സ്റ്റോക്കൊക്കെ തീർന്നു എന്നാണ് മിക്കവരും പറഞ്ഞത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. വർക്ക് ചെയ്തേക്കുന്നത് എൻ്റെ കൊച്ചച്ഛനും അച്ഛനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റായിട്ട് എനിക്ക് വീഡിയോസ് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. വീഡിയോ എടുത്തതാണെങ്കിലും അത്ര ക്വാളിറ്റിയിലല്ല എടുത്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് കസ്റ്റമറിനെ ഒന്ന് ഓക്കെ നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നതെന്ന് പുള്ളിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് വീഡിയോസൊക്കെ എടുത്തത്. പക്ഷേ എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഓക്കെ ഇതും കൂടെ ഇട്ടേക്കാം, നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. ക്വാളിറ്റി കുറവാണെങ്കിലും നമ്മൾ ചെയ്തേക്കുന്നൊരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് കാണട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഈ വണ്ണത്തിനൊക്കെ ഇച്ചിരി ഓവർ സൈസായിട്ട് ഇവിടം വരെ നമ്മൾ വെട്ടിക്കളയണം. ഇവിടം വരെ വെട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മളിത് തിരിച്ചു വയ്ക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഇത്രയില്ലേ, ഇതിൻ്റെ ഓവർ സൈസ് ഇത് ഫ്രീ ആയിട്ടൊക്കെ പോകുന്ന പോലെ ഇവിടം വരെ ഇതങ്ങനെ കളയണം. അവിടം വരെ കളഞ്ഞിട്ട് പിന്നെ നമ്മളിതിനെ തിരിച്ച് അങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് പിന്നെ പിരിയിടും. പിരിയിടുമ്പോൾ ഉണ്ടോ ഫ്രീ ആയിട്ട് പിരിയൊക്കെ പോകും. ഇത്ര നീളമല്ലേ പിരിയുള്ളൂ.
ഇതിനകത്ത് ഫ്രീ ആയിട്ട് എടുത്ത് പിന്നെ ഇത് നമ്മൾ പോകുന്നുള്ളൂ. അങ്ങനെയാണല്ലേ അതേ എളുപ്പം എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കട്ട് ചെയ്യണം. ഒരു പ്ലേറ്റ് വേണ്ടിയിട്ട് പിടിക്കാനായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ കസ എടുത്ത് ഇങ്ങനെ എന്നിട്ട് പിന്നെ നമുക്കത് ലെവൽ ചെയ്താണ്. കേട്ടോ ഇതിലൊന്നും മുറിക്കുന്നത് തിരിച്ച് കയറ്റുന്നത് ടാപ്പ് കറക്റ്റാ അതുകൊണ്ടാണ് വെച്ചിരുന്നാൽ മതി. അല്ല ഇവിടെ വെച്ചാൽ മതി. അന്നേരം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതില്ലേ ഈ പിച്ചും ഇതും നോക്കിയാൽ നമുക്ക് ബാക്കി വെട്ടാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കണം. ഞാനിപ്പോ രാവിലെ പോയിട്ടേ ഇത് നാളെ ഇച്ചിരി നേരത്തെ പോയാണ് പുള്ളിക്കാർ. അല്ല ഇന്ന് പോകുന്നുണ്ടോ പണിയാ? ഇന്നിനിപ്പോൾ അങ്ങനെ പോകുന്നു. ഇത്ര നേരമായിട്ടോ വീട് കിടന്നത്. നാളെ ഇച്ചിരി നേരത്തെ വെളുപ്പിന് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ടാപ്പ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡൈനിങ് കവറിനകത്ത് പിരിവെട്ടിയത്. ഇത്ര വലിയ ടാപ്പ് നമ്മുടെ അടുത്തില്ലായിരുന്നു, മാത്രമല്ല വാങ്ങിക്കാനും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സത്യം പറഞ്ഞത് ബുള്ളറ്റിൻ്റെ ടൈമിങ് സൈഡിൽ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു പീസാണ്, പകുതി പീസാണിത്. ഇത് വെച്ചാണ് നമ്മൾ ഇതിനകത്ത് ത്രെഡ് വെട്ടി ലൈറ്റ് വെച്ച് ഇതിനകത്ത് ത്രെഡ് വെട്ടി പിന്നെ ടെമ്പർ ചെയ്തെടുക്കുമായിരുന്നു, ടാപ്പ് പോലെ ആക്കി എടുക്കുമായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ കവറിനകത്തുള്ള പിരി തെളിച്ചെടുത്ത്. എന്നിട്ട് കാണിച്ചു ജസ്റ്റ് പോയതാണോ? ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു. അല്ല അതൊരു കാര്യം ഓക്കെ കെട്ടാൻ പറ്റില്ല. കൈവത്തിക്ക് ലാംബിയർ വാങ്ങിക്കാം. 3 അല്ലേ ഗാഡി അത് വെച്ച് കുറച്ചുകൂടെ അതന്നെ അവിടെ ഇങ്ങോട്ടായിരുന്നു വെച്ചത്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അത് ലെവലില്ലാന്ന് ലെവല് വേണമെങ്കിൽ ഇവിടെ വേണ്ട ലെവല് അത് ഇച്ചിരൂടെ ഇത് വീതി എടുത്താൽ മതി. ഇത് വെച്ചാൽ കറക്റ്റ് തന്നെ ഇത് ഇറങ്ങിക്കോളും. ഇതാണ് അല്ല ഇത് വെച്ച് ഇച്ചിരിയുടെ ഒന്ന് കയറ്റാൻ പോകും. വെച്ച് തുളയോട്ടല്ലേ? അവിടെ കയറിയല്ലോ. നിനക്ക് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്യാം. നിനക്ക് കാണിച്ചേ മുതലവിടെ ഒന്ന് വാങ്ങിച്ച് ഇത് വിട്ടാൽ മതി. മതിയോ? പഠിച്ചത് ക്ലിയർ ആയില്ലേ?
നിർത്തി കുറച്ച് അപ്പം ശരിക്കും കട്ടായി ഒരു കൂട്ടിയും കുറച്ചും അങ്ങനെ അത് തന്നെ ഉണ്ടോ ആ അതെ പറഞ്ഞു കേട്ടോ. പ്രത്യേകതരം രീതിയാണ് നട്ട് കിട്ടാൻ പാടില്ല